കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിഴക്കേ കവാടത്തിലൂടെ എഹെസ്കേലിനെ ദൈവം കൊണ്ടുവരുമ്പോൾ ചില നാളുകൾക്ക് മുമ്പ് കിഴക്കേ കവാടത്തിലൂടെ വെളിയിലേക്ക് പോയ ദൈവമഹത്വം വീണ്ടും ആലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് എഹെസ്കേൽ കാണുന്നത്. എഹെസ്കേലിനെ വീണ്ടും അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം കാണുകയും അതിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നെന്നും ആ ഭൂമി മുഴുവൻ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവ തേജസ് ദൈവിക സാന്നിധ്യത്തെ കാണിക്കുന്നു. അപ്പോൾ എത്ര വലിയ കെട്ടിടമായിരുന്നാലും അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അതിനകത്ത് വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഇല്ലെങ്കിൽ ശലോമോൻ പണിത ദേവാലയവും എഹെസ്കേൽ കാണുന്ന ഈ ദേവാലയമൊക്കെ വെറും കെട്ടിടങ്ങൾ മാത്രമാണ്. ദൈവമഹത്വം, ദൈവിക സാന്നിധ്യമാണ് ആ ആലയത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നതാണ്. അതല്ലാതെ ശലോമോന്റെ ആലയത്തിൻ്റെ അകത്ത് മനോഹാരിത നമുക്കറിയാം. ദൈവമഹത്വം ഇറങ്ങി വന്ന് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ദൈവമഹത്വമാണ് വാസ്തവത്തിൽ ആ ആലയത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അല്ലാതെ സോളമൻ പണിതുയർത്തിയ ആനക്കൊമ്പുകൊണ്ടും മറ്റും വിവിധ നല്ല തടികൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായി ഉണ്ടാക്കിയെടുത്ത അതല്ല അതിൻ്റെ മനോഹാരിത. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർക്കുന്നത് ആ ദൈവമഹത്വമാണ്. അപ്പോൾ ദൈവമഹത്വം ഈ ആലയത്തിലേക്ക്, ഈ കെട്ടിടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിത്തീരുന്നു. ഇത് തന്നെയാണ് സോളമൻ പണിത ആലയത്തിലും സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പോൾ നമ്മളിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നാം മറ്റുള്ളവരിൽ വ്യത്യസ്തനായിത്തീരുകയാണ്. ടാബർനാക്കിൾ യഹോവയ്ക്ക് വിശുദ്ധമാണ്, അത് മറ്റുള്ള വ്യത്യസ്തമാണ്. കാരണം അതിനകത്ത് ദൈവ തേജസ് ഇറങ്ങി വസിക്കുന്നു. ശലോമോൻ പണിത ദേവാലയം മറ്റുള്ള കെട്ടിടങ്ങൾ വ്യത്യസ്തമാണ്, അതിനകത്ത് ദൈവമഹത്വം ഇറങ്ങി വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ദൈവജനം മറ്റുള്ള വ്യത്യസ്തമാണ്. കാരണം അവരിൽ ദൈവമഹത്വം ഇറങ്ങി വസിക്കുന്നത് കൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ദൈവമഹത്വം ഉണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. അകത്തെ പ്രാകാരത്തിലേക്ക് ചെന്നപ്പോൾ യഹോവയുടെ ശബ്ദം എഹെസ്കേൽ കേൾക്കുന്നു. ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുവാൻ വേണ്ടിയുള്ള എൻ്റെ സിംഹാസനമാണിത്. ഞാനിവിടെ ഉറപ്പിച്ചിരിക്കുന്നു. ഇതെൻ്റെ കാലടികളുടെ സ്ഥലമാകുന്നു എന്നൊക്കെ ഇങ്ങോട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്നൊരു ദൈവം എന്ന് പറയുന്നത് ജനത്തിൻ്റെ ഇടയിൽ നടക്കുവാൻ, വസിക്കുവാൻ, ജനത്തോടൊപ്പം പാർക്കാൻ ആഗ്രഹിക്കുന്ന
ഒരു ദൈവത്തെയാണ് വേദപുസ്തകം എപ്പോഴും വെളിപ്പെടുത്തുന്നത്. അല്ല ദൂരെ എവിടെയോ ഒരു റിമോട്ട് ഏരിയയിൽ പോയിരുന്നിട്ട് ആവശ്യക്കാരൻ എൻ്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒന്നല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം. ജനം എവിടെയുണ്ടോ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരുടെ ഇടയിൽ നടക്കുന്ന, അവരോട് സംസാരിക്കുന്ന, ഇടപെടുന്ന, അവരുടെ വേദനകളിൽ സഹതപിക്കുന്ന, അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട് പറയട്ടെ, ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ആ ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം ഇന്നും അങ്ങനെ തന്നെയാണ്. നീ ദൈവത്തിൻ്റെ മകനാണ്, നിന്നിൽ ദൈവമഹത്വം വസിക്കുന്നു എങ്കിൽ നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല അത്. നിന്നോടൊപ്പം വസിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണാൻ കഴിയുന്നത്. തുടർന്ന് വരുമ്പോൾ യഹോവ ദൈവം പറയുന്നു, അവരുടെ മ്ലേച്ഛത നിമിത്തം ഞാൻ അവരെ നശിപ്പിക്കാൻ നശിപ്പിച്ചു. ഇനിയും അവരെ എങ്കിൽ നിന്ന് ദൂരത്താക്കി കളഞ്ഞു. ഇനി എന്നാൽ ഞാൻ അവരുടെ മധ്യേ ഇനി എന്നേക്കും വസിക്കും എന്ന് പറഞ്ഞിട്ട് ആലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം എന്ന് എടുത്ത് 2 വട്ടം പറയുന്നു. 12-ാം വാക്യം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം അത് അതിവിശുദ്ധമായിരിക്കണമെന്ന് പറയുന്നു. ആലയത്തിൽക്കൊരു പ്രമാണം പറയുമ്പോൾ അത് അതിവിശുദ്ധമായിരിക്കണം. അപ്പോൾ ആ അതിവിശുദ്ധമായിരിക്കുന്ന നിലയിലാണ് ആലയത്തിൻ്റെ പ്രമാണം. ഇനി നമുക്ക് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പണിയപ്പെടാൻ പോകുന്ന യാഗപീഠത്തെക്കുറിച്ചുള്ളതാണ്. യാഗപീഠത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കണം, അതെങ്ങനെ പണിയണം എന്നിവയെക്കുറിച്ചുള്ള ഒരു വിശദമാകുന്ന ഒരു വിവരണമാണ് 13 മുതൽ 17 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. മുഴപ്രകാരം യാഗപീഠത്തിൻ്റെ അളവ് ആവിത്: മുഴം 1 1 മുഴം 4 വിരലും, ചുവട് 1 മുഴം, വീതി 1 മുഴം, അതിൻ്റെ അകത്ത് ചുറ്റും വക്ക് 1 ചാൺ. യാഗപീഠത്തിൻ്റെ ഉയരമാവിത്: നിലത്തെ ചുവട് മുതൽ താഴത്തെ തട്ട് വരെ 2 മുഴവും വീതി 1 മുഴം. താഴത്തെ തട്ട് മുതൽ വലിയ തട്ട് വരെ 4 മുഴം വീതി 1 മുഴം ആയിരിക്കണം. ഇങ്ങനെ മേലത്തെ യാഗപീഠം 4 മുഴം. യാഗപീഠത്തിൻ്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് 4 കൊമ്പുണ്ടായിരിക്കണം. യാഗപീഠത്തിൻ്റെ അടുപ്പിൻ്റെ നീളം 12 മുഴം, വീതി 12 മുഴമായിരുന്നു, സമചതുരമായിരിക്കണം. അതിന് 4 പുറവുമുള്ള തട്ട് 14 മുഴം നീളം, 14 മുഴം വീതി. അതിന് ചുറ്റുമുള്ള വക്ക് 1/2 മുഴവും ചുവടും ചുറ്റും 1 മുഴവുമായിരിക്കണം. അതിൻ്റെ പതനങ്ങൾ കിഴക്കോട്ട് ആയിരിക്കണം. ഇത് ആ യാഗപീഠത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തത്. യാഗപീഠത്തെക്കുറിച്ച്, ഈ യാഗപീഠത്തെക്കുറിച്ചുള്ളതായ അതിൻ്റെ അളവ്, അതെങ്ങനെ പണിയണം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിശദീകരണമാണ് കാണുന്നത്. നമ്മളത് വായിച്ചു. അതിനെക്കുറിച്ച് വലിയ വിശദീകരണത്തിൽ പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ അല്പം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പ്രാരംഭത്തിലെ അതിൽ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്: മനുഷ്യപുത്ര, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവർ യാഗപീഠം ഉണ്ടാക്കുന്ന നാളിൽ അതിന്മേൽ ഹോമയാഗം കഴിക്കേണ്ടതിനും രക്തം തളിക്കേണ്ടതിനും അതിനെക്കുറിച്ച് ചട്ടങ്ങൾ ആവിത്. എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്ത് വരുന്ന സാദോക്കിൻ്റെ സന്തതിയിലുള്ള ലേവ്യരായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായി
ഒരു കാളക്കുട്ടിയെ കൊടുക്കണം എന്ന് യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. നീ അതിൻ്റെ രക്തത്തിൽ കുറെയെടുത്ത് യാഗപീഠത്തിൻ്റെ 4 കൊമ്പിലും തട്ടിൻ്റെ 4 കോണിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടി അതിന് പാപപരിഹാരവും പ്രായശ്ചിത്തവും വരുത്തണം. പിന്നെ നീ പാപയാഗത്തിന് കാളയെടുത്ത് ആലയത്തിൽ നിയമിക്കപ്പെട്ട സ്ഥലത്ത് വിശുദ്ധ മന്ദിരത്തിന് പുറമേ വെച്ച് ദഹിപ്പിക്കണം. 2-ാം ദിവസം നീ ഊനമില്ലാത്ത ഒരു കോലാട്ടുകൊറ്റനെ പാപയാഗമായി അർപ്പിക്കണം. അവർ കാളയെക്കൊണ്ട് യാഗപീഠത്തിന് പരിഹാരം വരുത്തിയ പോലെ ഇതിനെ കൊണ്ടും അതിന് പാപപരിഹാരം വരുത്തണം. അതിന് പാപപരിഹാരം വരുത്തി തീർന്ന ശേഷം നീ ഊനമല്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. നീ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് പിതറിയ ശേഷം അവയെ യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. 7 ദിവസം നീ ദിനം പ്രതി പാപയാഗമായി ഓരോ കോലാട്ടിനെ അർപ്പിക്കണം. അവർ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിലുള്ള ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. അങ്ങനെ 7 ദിവസം യാഗപീഠത്തിന് പ്രായശ്ചിത്തം വരുത്തിയും അതിനെ നിർമ്മലീകരിച്ചും കൊണ്ട് പ്രതിഷ്ഠ കഴിക്കണം. ഈ ദിവസങ്ങൾ തികച്ച ശേഷം 8-ാം ദിവസവും മുൻപോട്ടും പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ നിങ്ങളുടെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും അർപ്പിക്കണം. അങ്ങനെ എനിക്ക് നിങ്ങളിൽ പ്രസാദം ഉണ്ടാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ 43-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ആലയത്തെക്കുറിച്ചുള്ള പ്രമാണമാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ യാഗപീഠം പണിതിട്ട് 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറയുന്നു, അതിന് 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവനോട് കൽപ്പിച്ച മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്പോൾ അരുളിച്ചെയ്യുന്നു, യാഗപീഠം ഉണ്ടാക്കുന്ന നാളിൽ അതിന്മേൽ ഹോമയം കഴിക്കേണ്ടതിനും രക്തം തളിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ചട്ടങ്ങളാവിത്. അതിനെക്കുറിച്ചുള്ളതായ വിശകലനമാണിത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആലയത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം പറഞ്ഞു തീർന്ന ശേഷം ഇവിടെ യാഗത്തെക്കുറിച്ചുള്ളതായ ഒരു ചട്ടമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എടുത്തു പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ദേവാലയ നിയമം എന്ന് പറയുന്നുണ്ട്. ദേവാലയ നിയമം എന്നൊരു എടുത്തു പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ. യാഗപീഠം നിർമ്മിക്കുന്ന ദിവസത്തിലെ നിയമങ്ങളാവിത്, ചട്ടങ്ങളാണ്. യെഹെസ്കേലിനും അവന്റെ ദർശനത്തിലൂടെയും വരാനിരിക്കുന്ന ആലയത്തിനു വേണ്ടി യാഗപീഠം എങ്ങനെ സമർപ്പിക്കണമെന്ന് ദൈവം ഇസ്രായേലിനോട് നിർദ്ദേശിക്കുകയാണ്. യാഗപീഠം പണിത് അതാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അത് 29-ാം അധ്യായത്തിൽ മോശയോട് ദൈവം ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചടങ്ങ് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം പുരോഹിതന്മാരെ വിശുദ്ധീകരിക്കണം. അതിന് ചടങ്ങ് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പഴയ കാലഘട്ടത്തിൽ സമാഗമന കൂടാരം അതിനോട് ചേർന്നുള്ള പുരോഹിതന്മാരെ കുറിച്ചുള്ള പറയുന്നു. നമ്മൾ ഇവിടെ വായിച്ച ദർശനത്തിൽ യെഹെസ്കേലിനെ ദൈവം അതുപോലെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. മോശയെ ഏൽപ്പിച്ചതുപോലെ
ഇവിടെ പണിയപ്പെട്ട ആലയത്തിൻ്റെ യാഗപീഠത്തിൻ്റെ ശുദ്ധീകരണവും പുരോഹിതന്മാരുടെ ശുദ്ധീകരണം, യാഗപീഠത്തിന് സമർപ്പണം, അത് എങ്ങനെ ചെയ്യണം എന്ന് മോശയിലൂടെ ചെയ്യിച്ചതുപോലെ യെഹെസ്കേലിനെ മുൻപിൽ നിർത്തി ചെയ്യിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മോശയുടെ സ്ഥാനത്ത് യെഹെസ്കേലിനെ നിർത്തി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ യെഹെസ്കേൽ പുരോഹിതനാണ്. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ സമയമായപ്പോഴേക്കും അദ്ദേഹത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ വീണ്ടും ആ യാഗപീഠത്തിൻ്റെ അകത്ത് ശുദ്ധീകരണം നടത്തുന്നതിന് വേണ്ടി മോശയെ ആക്കി വെച്ചതുപോലെ യെഹെസ്കേലിനെ ഇവിടെ ആക്കി വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ആലയത്തിൻ്റെ അകത്ത് നടത്താൻ പോകുന്ന ശുദ്ധീകരണത്തിൻ്റെ ഒരു സിംബോളിക്കായി, ഒരു പ്രതിനിധിയായിട്ടാണ് യെഹെസ്കേലിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വായിച്ച 18-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ലേവ്യരായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായൊരു കാളക്കുട്ടിയെ കൊടുക്കണം. 20-ാമത്തെ വാക്യം: നീ അതിൻ്റെ രക്തത്തിൽ കുറയെടുത്ത്. അടുത്ത 21-ാമത്തെ വാക്യം: നീ പാപയാഗത്തുള്ള കാളയെടുത്ത്. 22-ാമത്തെ വാക്യം: നീ ഊനമില്ലാത്തൊരു കോലാട്ടുകൊറ്റിനെ പാപയാഗമായി അർപ്പിക്കണം. ഇനി 23: നീ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെയും ആട്ടുകൂട്ടത്തിൽ ഊനമില്ലാത്ത ഒരു ആട്ടുകുട്ടിനെ അർപ്പിക്കണം. നീ അപ്പൊ ഇങ്ങനെ ഓരോ ഭാഗം വായിക്കുമ്പോഴും നീ 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 എന്ന് പറഞ്ഞാൽ നീ വേണം ഇതിൽ ലീഡർഷിപ്പ് കൊടുത്ത് ചെയ്യിക്കേണ്ടത് എന്ന നിലയിലാണ് ഇവിടെ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ യെഹെസ്കേലിനെ നഷ്ടപ്പെട്ട ആ പൗരോഹിത്യം, ആ പുരോഹിതൻ നഷ്ടപ്പെട്ടു പോയി വാസ്തവത്തിൽ. എന്ന് പറഞ്ഞാൽ 30-ാമത്തെ വയസ്സിൽ മാത്രമേ യഹൂദന്മാരുടെ നിയമപ്രകാരം ആലയത്തിനകത്ത് പുരോഹിതനായി കയറാനൊക്കത്തുള്ളൂ. 30-ാമത്തെ വയസ്സായപ്പോഴേക്കും ആളെവിടെ എത്തി? പ്രവാസകാലത്തെത്തി. അപ്പോൾ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ഇപ്പോൾ വീണ്ടും ഈ ഒരു അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. അതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊന്ന് ഇവിടെ വായിക്കുന്നു: രക്തത്തിൽ കുറയെടുത്ത്. 20-ാമത്തെ വാക്യം: യാഗപീഠത്തിന് 4 കൊമ്പിലും തട്ടിൻ്റെ 4 കോളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടി അതിന് പാപപരിഹാരവും പ്രായശ്ചിത്തവും വരുത്തണം. ഇവിടെ അർക്കപ്പെടുന്ന ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ യാഗത്തിൽ യാഗമൃഗത്തിൻ്റെ രക്തത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ പരദേശികളായി ഈജിപ്തിൽ പാർത്തപ്പോൾ സംഹാരദൂതൽ നിന്നും രക്ഷപ്പെട്ടത് ആ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിലൂടെയാണ്. ഇനിയും ഈജിപ്തിൽ നിന്നും പ്രവാസത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് വെളിയിൽ വന്നതും അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ്. അപ്പോൾ അവിടെയുള്ള കടിഞ്ഞൂലുകൾ മൊത്തം സംഹരിക്കപ്പെടുമ്പോൾ ആ വലിയ അതിൻ്റെ നടുവിൽ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുവാൻ കാരണം ആ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിൻ്റെ രക്തമാണ് അതിന് കാരണം. രണ്ടാമത് ആ അടിമത്തത്തിൽ വെളിയിൽ വരാൻ കാരണം ആ കുഞ്ഞാടിൻ്റെ രക്തമാണ്. ഇനിയും ഈ അർപ്പിക്കുന്ന അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഈ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതാൻ വേണ്ടിയാണ്. അവ ചുരുക്കി പറഞ്ഞ ഈ രക്തം ഒരു ഉടമ്പടിയുടെ രക്തമാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രൊട്ടക്ഷൻ നൽകുന്ന രക്തമാണ്. അവരുടെ പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ രക്തമാണ്. അവരെ മിസ്രൈമിയ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട
വിടുതൽ കൊടുത്ത രക്തമാണ്. അങ്ങനെ എല്ലാ നിലകളിലും ഇസ്രായേലിനെ സംബന്ധിച്ച് രക്തത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. അപ്പം ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഒരിക്കലായി ക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായി അർപ്പിക്കപ്പെട്ടു. യോഹന്നാൻ പറഞ്ഞു, ഇത് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ എന്ന് പറയുന്ന മശിഹ കുഞ്ഞാടിനെ, പെസഹ കുഞ്ഞാടിനെ വേർതിരിച്ചു വെച്ചിരുന്നു. ഏതാണ് വചനം പഠിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് ആ രക്തം നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. ആ രക്തം വലിയ മരണത്തിൽ നിന്നും, മരണമാകുന്ന ന്യായവിധിയിൽ നിന്നും നമ്മെ വെളിയിൽ കൊണ്ടുവന്നു. ആ രക്തം അടിമ നുകം തകർത്ത് നമ്മളെ സ്വതന്ത്രത്തിലേക്ക് നയിച്ചു. ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ കാലഘട്ടത്തിലെ ആ രക്തം അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ പരമയാഗത്തിലൂടെ ചൊരിയപ്പെട്ട രക്തമാണ് എനിക്കും നിങ്ങൾക്കും പ്രൊട്ടക്ഷൻ. അത് നമുക്കൊരു മുദ്രയാണ്. ആ രക്തം അടയാളമാണ് എനിക്കും നിങ്ങൾക്കും നിയമരക്തം. ആ രക്തമാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയാണ് രക്തം. നമ്മളെ അടിമ നുകത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്ന രക്തം, നമ്മുടെ പാപങ്ങൾ മോചിച്ച് നമ്മുടെ ശാപങ്ങൾ തകർത്ത് കളഞ്ഞ രക്തം ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തം. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ എന്ന് യാഗം കഴിക്കേണ്ട നമുക്കൊരിക്കലായി നമ്മുടെ കർത്താവ് യാഗമായി തീർന്നു. ആ രക്തത്തിലൂടെ എനിക്കും നിങ്ങൾക്കും വിടുതൽ ലഭിച്ചു. നമ്മളെ രക്തത്തിനകത്ത് സുരക്ഷിതരാണ്. ആമേൻ. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും യൂട്യൂബിൽ പഠിക്കാൻ വരുന്നവരും പറയട്ടെ, ഈ രക്തം നമുക്കൊരു സംരക്ഷണമാണ്, നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. നമ്മുടെ കൂടാരത്തിനൊരു പ്രൊട്ടക്ഷനാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ്, നമ്മുടെ ഭാവി കാര്യങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? ആ രക്തം നമുക്ക് അടയാളമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ യെഹെസ്കേൽ പറയുന്നു, നീ രക്തം ആ നിലയിൽ പുരട്ടണമെന്ന് പറയുന്നുണ്ട്. ഇനി യാഗപീഠം പണിത് തീർന്ന ശേഷം പുരോഹിതന്മാർ അത് ഉപയോഗത്തിനായി തയ്യാറാക്കണം. ഈ ഒരു പ്രക്രിയക്ക് 7 ദിവസമാണ് പറഞ്ഞേക്കുന്നത്. 7 ദിവസം. ആദ്യത്തെ ദിവസം പാപനിമിത്തം പുരോഹിതന്മാർ അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി കാളക്കുട്ടിയെ ബലിയായി കൊല്ലണം. ആ കാള രക്തം എടുത്താണ് കൊമ്പിൻ്റെ 2 മേലും യാഗപീഠത്തിന് മുകളിലുമൊക്കെ പുരട്ടേണ്ടത്. പുരോഹിതന്മാർക്ക് വേണ്ടി പാപയാഗത്തിന് വേണ്ടി ഒരു കാളക്കുട്ടിയെ നീ കൊടുക്കണം. ഓരോ ദിവസവും 7 ദിവസവും നീ ഈ യാഗപീഠത്തിൽ ഇവിടെ പറയപ്പെട്ട നിലയുള്ള യാഗം നടന്നിരിക്കണം. അതിനുശേഷവും മറ്റെല്ലാ ദിവസങ്ങളിലും പുരോഹിതന്മാർ ഓരോ ആടിനെ ബലിയായി അർപ്പിക്കണം. ഇനിയും അർപ്പിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്.
അർപ്പിക്കുന്ന ആട് ഊനമില്ലാത്തതായിരിക്കണം, അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതിനെ കുറ്റപ്പെടുത്തുവാൻ, അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് പൂർണ്ണമായും പെർഫെക്റ്റ് ആയിരിക്കണം, ബ്ലെയിംലെസ്. നോക്കണം. അതുകൊണ്ട് പുരോഹിതന്മാർ അവർ മുമ്പിൽ കൊണ്ട ചെല്ലുന്ന മൃഗത്തെ അവർ സർട്ടിഫൈ ചെയ്യണം. കൊണ്ടുചെല്ലുന്ന മൃഗത്തിന്റെ അടിമുടി അവർ നോക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും ഊനമുണ്ടോ, കണ്ണിന്, ചെവിക്ക്, കാലിന്, നിറത്തിൻ്റെ അകത്ത്, അതിൻ്റെ ഫുൾ ബോഡി അവർ ചെക്കപ്പ് ചെയ്യും. എവിടെയെങ്കിലും എന്തെങ്കിലും ഊനമായിട്ടുണ്ടെങ്കിൽ അവർ അതിനെ അർപ്പിക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ചാട്ടവാറ് കൊണ്ട് ചെന്ന് യെരുശലേം ദേവാലയത്തിൽ കച്ചവടക്കാരെ എല്ലാം അടിച്ചിറക്കാനുള്ള കാരണങ്ങൾ ഒന്ന് പറയുന്നത്, പുരോഹിതന്മാർ പതുക്കെ ബിസിനസ് ആരംഭിച്ചു എന്നാണ് ചരിത്രവും മറ്റും പഠിപ്പിക്കുന്നത്. വിശ്വാസി പാപം ചെയ്തുകൊണ്ട് ദൂരത്തുനിന്ന് കാളയെയും ആടിനെയും കഷ്ടപ്പെട്ട് വലിച്ചിഴച്ച് ഇവിടെ കൊണ്ടുവന്ന് പുരോഹിതന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ യാഗപീഠത്തിന്മേൽ അതിനെ അർപ്പിക്കത്തുള്ളൂ. അത് പുരോഹിതന്മാർ പതുക്കെ എന്താ ചെയ്തു, ഒരു ബിസിനസ്സാക്കി മാറ്റി. അവരവിടുന്ന് ഇവിടുന്ന് കാളയെയും ആടിനെയും എല്ലാം വാങ്ങി ഇതിനകത്ത് കൂട്ടി. കഷ്ടപ്പെട്ട ഒരുത്തൻ ഒരു നല്ല മൃഗത്തെ കൊണ്ടുവരുമ്പോൾ ഇവർ നോക്കിയിട്ട് പറയും ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് ഈ പുരോഹിതൻ വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നതിനകത്തുനിന്ന് ഒന്നിനെ അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അത് യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കും. അത് ഊനമുള്ളതുള്ള കൂട്ടത്തിൽ. ഊനമില്ലാത്തതായിരിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഊനമുള്ളതുണ്ട്. പക്ഷെ പുരോഹിതൻ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നടക്കുമല്ലോ. അതുകൊണ്ടാണ് യഹോവ യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ചാട്ടവാറ് കൊണ്ട് ആലയത്തെ ചെന്ന് ശുദ്ധീകരിക്കാനുള്ള കാരണങ്ങൾ ഒന്നിതാണ്. ഊനമില്ലാത്തത് അർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവർ അതിനൊരു ബിസിനസ് സ്ഥാപനമാക്കി മാറ്റിയിട്ട് ഊനമുള്ളതിനെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് അതിനെ യാഗപീഠത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങി യേശുവിൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മശിഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നമ്മുടെ മശിഹ കുഞ്ഞാട് നമ്മുടെ കർത്താവാണ്. പെസഹ കുഞ്ഞാട് നമ്മുടെ കർത്താവ് തന്നെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. നമ്മുടെ കർത്താവ് ഊനമില്ലാത്തവനായിരുന്നു. അന്ന് വിസ്തരിച്ചിരുന്ന ഗവർണർമാർ മാറി മാറി വിസ്തരിച്ചിട്ട് പറഞ്ഞു ഇവനിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പീലാത്തോസ് പറഞ്ഞു ഈ നീതിമാൻ രക്തത്തിൽ പങ്കും ഓഹരിയും ഇല്ല എന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴുകി. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് വെളിപ്പെട്ട് ഇവൻ നീതിമാനാണ്. നോക്കണം, നമ്മുടെ കർത്താവിൽ ഒരു തെറ്റും കാണാനില്ലായിരുന്നു. രണ്ട് മഹാപുരോഹിതന്മാർ പല നിലകളിലും കർത്താവിൻ്റെ ഊനം കണ്ടുപിടിക്കാൻ, തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. പരീശന്മാർ പുറകെ നടന്ന് നോക്കിയിട്ട് സാധിച്ചില്ല. നമ്മുടെ കർത്താവ് ഊനമില്ലാത്ത സാക്ഷാൽ പെസഹ കുഞ്ഞാടായിരുന്നു. അവൻ്റെ രക്തം നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ തക്കവണ്ണം പരിശുദ്ധമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നു. അതിൻ്റെ 27 വാക്യം തൊട്ടിങ്ങനെ വായിക്കുമ്പോൾ 24 വാക്യം, പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറിയ ശേഷം അവയെ യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം.
പുരോഹിതന്മാർ ഉപ്പ് വിതരണം എന്ന് പറയും. പഴയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഉപ്പ് ഒരു ഉടമ്പടിയുടെ വസ്തുവായി ഉപയോഗിച്ചിട്ടുണ്ട്. ഉപ്പ് കൈമാറുമായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്ത് ഉടമ്പടിയിൽ ഒപ്പ് വെക്കുന്നതിന് പകരം അങ്ങോട്ട് ഇങ്ങനെ ഉപ്പ് കൈമാറിയാണ് ഉടമ്പടി സ്ഥാപിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ. നമുക്ക് ഒന്നിന് വേദഭാഗം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദരാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്ക് നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കൊരു ലവണ നിയമമാകുന്നു. ലവണ നിയമം ഉപ്പിനാൽ സ്ഥാപിക്കപ്പെടുന്ന നിയമമാകുന്നു. ഇനി ലേവ്യ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 2 വേഴ്സ് 13. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന് നിയമത്തിന് ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. ഇനിയും 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിന് രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു എന്ന് എടുത്തു പറയുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ലവണ നിയമം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഉപ്പ് കൊണ്ട് ഉടമ്പടി സ്ഥാപിക്കുന്ന നിയമം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഉപ്പ് ഒരു ഉടമ്പടിയുടെ പ്രതീകമായി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതിനാൽ അതിനെ കവനന്റ് ഓഫ് സാൾട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഭാഗത്തും പറയുന്നു, നീ ഉപ്പ് ചേർത്ത് വേണം ഭോജനയാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ യാഗം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങല്ല. ഇത് യഹോവയായ ദൈവമായി ചെയ്യുന്ന ഉടമ്പടിയുടെ ഭാഗമാണിത്. ഒരു ഉടമ്പടിയുടെ ഭാഗമാണിത്. അതിന് നമുക്ക് ഉപ്പിനെ സംബന്ധിച്ച് ഉപ്പിന് സവിശേഷതയുടെ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നൊരു ഗുണമുണ്ട്, പ്രിസർവ് ചെയ്യുവാൻ. അത് മാത്രമല്ല, വേദപുസ്തക പ്രകാരം ദൈവമായി ചെയ്യുന്ന ഉടമ്പടി ഉറപ്പിക്കുന്ന പ്രതീകം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ആചാരങ്ങളിലും യാഗങ്ങളിലും ഉപ്പ് ചേർത്തരുത്. യെഹെസ്കേലിനോടും തൻ്റെ ജനത്തിനോടും ഉള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഉപ്പിലൂടെ ചെയ്തെടുക്കുന്നത്. നാം നന്നായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ ഉപ്പ് ഈ നിലയിൽ ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ഉടമ്പടി, ഒരു പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ളത്. ഓരോ യാഗത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഉടമ്പടി ഓർക്കുന്നു, ആ ഉടമ്പടി ഉറപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. ഇവിടെ മറ്റൊരു വാക്യം കൂടെ കണ്ടു. 43-ാം അധ്യായത്തിന്റെ 'സാദോക്കിന്റെ പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്.
ഈ 19 വാക്യം, സാദോക്കിന്റെ സന്തതിയിലുള്ള ലേവ്യരായ പുരോഹിതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആ യാഗപീഠത്തിന്മേൽ ശുശ്രൂഷിക്കേണ്ടത് ആരാണെന്ന് സാദോക്കിന്റെ സന്തതികൾ. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. മുൻകാല വിഗ്രഹാരാധനയിലൂടെ ജനം കടന്നു പോകുമ്പോൾ എല്ലാ പുരോഹിതന്മാരും പുരോഹിത വർഗമൊക്കെ ആ ഒരു പാപത്തിലേക്ക് വീണുപോയപ്പോൾ സാദോക്യരെ മാത്രം ആ പദവിയിൽ നിലനിർത്തി എന്നാണ് കേൾക്കുന്നത്. സാദോക്യരല്ലാത്തവരെ പൗരോഹിത്യ പദവികളിൽ നിന്ന് വിലക്കി. എന്നാൽ സാദോക്യരെ മാത്രം അതിൽ തുടരുവാൻ അനുവദിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ മ്ലേച്ഛത പ്രവർത്തിക്കാതെ, വിഗ്രഹാരാധനയ്ക്ക് സപ്പോർട്ട് കൊടുക്കാതെ ദൈവത്തെ അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മൾ മറ്റുള്ള വ്യത്യസ്തനായിത്തീരുന്ന ദൈവമഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവശബ്ദം നമ്മളിൽ കൊണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന്, നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയാൽ ആ രക്തത്തിൻ്റെ വിലയർത്ഥങ്ങളാണ് നമ്മൾ. നമുക്കൊരു പ്രൊട്ടക്ഷൻ ആ രക്തത്തിൻ്റെ അകത്തുണ്ട്. നമുക്ക് വേണ്ടി 24 മണിക്കൂർ സംസാരിക്കുന്ന പുണ്യ രക്തം അവിടെയുണ്ട്. സകല പാപത്തിനും പൂർണ്ണ പരിഹാരം വരുത്താൻ കഴിയുന്ന യേശുവിൻ്റെ രക്തം. കാളകളുടെയും ആറ്റുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് പാപങ്ങളെ മോചിക്കാൻ കഴിവില്ലാതെ പോയപ്പോൾ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതായി തീർന്നു. മറ്റൊന്ന്, അർപ്പിക്കുന്ന മൃഗം ഊനമില്ലാത്തതായിരിക്കണം. റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കും, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറയുന്നു. ദൈവത്തിൽ അർപ്പിക്കുന്നത് ഊനമില്ലാത്തതായിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ചെല്ലുന്ന യാഗവുമായിട്ടാണ്. പുതിയ നിയമത്തിലെ യാഗവസ്തു എന്ന് പറയുന്നത് മൃഗങ്ങളല്ല, അതരാർപ്പണമാകുന്ന സ്തോത്രമെന്ന വഴിപാട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ മൃഗങ്ങളുമായി ചെന്ന് വഴിപാട് നടത്തിയിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം എന്ന വഴിപാട് അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന വായിക്കുന്നു. അങ്ങനെയെങ്കിൽ പുതിയ വിശ്വാസികളെ സംബന്ധിച്ച് അവൻ പറയുന്ന സ്തോത്രം ഊനമില്ലാത്തതായിരിക്കണം. അവൻ അർപ്പിക്കുന്ന വഴിപാട് ഊനമില്ലാത്തതായിരിക്കണം. സകല ചതിയും വഞ്ചനയും അസൂയയും പകയും പിണക്കവും ജഡത്തിൻ്റെ സകല ഇച്ഛകളിലൂടെയും ജഡത്തിൻ്റെ സകല മ്ലേച്ഛതകളൊക്കെ നടന്നിട്ട് ദൈവസന്നിധിയിൽ വന്ന് സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രത്തിന് വില കാണത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഊനമില്ലാത്തവരായി ജീവിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നത് ഊനമില്ലാത്തതാണെങ്കിൽ അത് ദൈവം പ്രസാദിക്കും, അത് ജീവിതത്തിൽ അനുഗ്രഹമായി തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അർപ്പിക്കുന്ന സ്തോത്രയാഗങ്ങൾ ഊനമില്ലാത്തതായിരിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോ നാളും ഒരുക്കിയെടുത്ത് അനുഗ്രഹിക്കുകയും നടത്തുകയും ചെയ്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.